ഹായ്, ഇന്ന് നമുക്ക് 2 അതിഥികളുണ്ട് കേട്ടോ. കലേഡിയം ചെടികളാണ്. ഒന്ന് ഈ പിങ്ക് വരെയുള്ളതും പിന്നെ ഒന്ന് ഗ്രീൻ വരകളുള്ള വൈറ്റ് കളറുള്ളത്. പിങ്ക് വരെയുള്ളതിൻ്റെ ഞാൻ പറിച്ചപ്പോൾ എനിക്ക് ആ ബൾബ് കിട്ടിയില്ല കേട്ടോ. ഞാൻ റോഡ് സൈഡിൽ നിന്നാണ് പറിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. എന്നാലും അവിടെ വേറെ നിൽപ്പുണ്ട്. ഞാൻ ഇനിയിപ്പോൾ നല്ലോണം കുഴിച്ച് തന്നെ എടുക്കാം. അപ്പോൾ അത് ബൾബ് ഇട്ടാതെ പോകുന്നത് കാരണം ഈ കലേഡിയം ചെടി ഞാൻ പറിച്ചപ്പോൾ നല്ലോണം കുഴിച്ച് തന്നെ എടുത്തായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഇതിന് നമുക്ക് നടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടുത്തെ മണ്ണാണ് കേട്ടോ, ഇതിങ്ങനത്തെ ലൂസ് മണ്ണാണ്. ഇവിടെ പൂഴി മണ്ണല്ല, ഇത് ആലപ്പുഴ ജില്ല മരിയിലാണ്. അപ്പം ഇവിടെ ഇങ്ങനത്തെ ലൂസ് മണ്ണാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പൂഴി കൂടി ഇടുന്നുണ്ട്. പൂഴി നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ നമുക്ക് 10 ചെടിച്ചട്ടികൾ പച്ചക്കറി നടാനായിട്ടൊക്കെ കിട്ടില്ലേ, ആ കൂടെ നമുക്ക് പൂഴി മണ്ണും കിട്ടാറുണ്ട്. ആ കൂടത്തിൽ കിട്ടിയ പൂഴിയാണിത്. ഇതിൻ്റെ അകത്ത് കുറച്ച് ചാണകപ്പൊടിയും വളവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് ഒരു ചെടിച്ചട്ടിയിൽ ഇട്ടു. അതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ കലേഡിയം സുന്ദരിനെ നട്ട് കൊടുക്കാം. അപ്പോൾ അയാൾക്കിപ്പോൾ ഒരു ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ പരിസരത്ത് വേറെ ഒന്നും കണ്ടില്ല. ഇതിനു മുമ്പും ഞാൻ ഇയാളെ പരിസരത്ത് കണ്ടിട്ടില്ല. ആ പിങ്ക് വരെയുള്ളത് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, വരുന്നത് നശിച്ചു പോകുന്നതൊക്കെ. പിന്നെ എന്തായാലും ഞാൻ ഇങ്ങ് പറിച്ചുകൊണ്ട് പോകുന്നു വീട്ടിലേക്ക്. ഇയാൾ ഞാനിപ്പോൾ നട്ട് വയ്ക്കുന്നുണ്ട്. ഇനി കൂടുതൽ ബൾബൊക്കെ വന്ന് കൂടുതൽ ഇലകളൊക്കെ വരും. ഇതിന് ഒത്തിരി വെള്ളം ആവശ്യമില്ലാത്ത ചെടിയാണ്. അതുപോലെ വെയിൽ വേണം, എന്നാൽ ഭയങ്കര വെയിലും വേണ്ട. എന്നാലും നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല കളറൊന്നാണ്. നമുക്ക് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് ഈ സുന്ദരീനെ നട്ടുപിടിപ്പിച്ചിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയില്ലേ ലൈൻസൊക്കെ കാണാൻ. പിന്നെ അതിൻ്റെ സൈഡിൽ നല്ല പിങ്ക് ഷെയ്ഡും ഉണ്ട് കേട്ടോ.